The life of fishermen is depicted in many stories, and we have already done Chimney. Here we are also discussing such a topic, Coromandel Fishes by Sarojini Naidu. സരോജിനി നായിഡു എഴുതിയ കൊറോമൻഡൽ ഫിഷേഴ്സ് എന്ന കവിതയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ captivating poem by the famous Indian English writer Sarojini Naidu, who is known as the Nightingale of India. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡുവിന്റെ കൊറോമൻഡൽ ഫിഷേഴ്സ് എന്ന കവിതയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1916 in her collection The Bird of Time. 1916 അവരുടെ കളക്ഷനായ ദ ബേർഡ് ഓഫ് ടൈം എന്ന ആ ഒരു കളക്ഷനിലാണ് കോറമൻഡൽ ഫിഷേഴ്സ് എന്ന കവിത പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ദ പോയറ്റ് ടേക്സ് us to the sun-drenched shores of the Coromandel coast. കോറോമാൻഡൽ തീരത്തേക്ക്, അവിടെ സൂര്യന്റെ ആ ഒരു പ്രഭയിൽ തിളങ്ങി നിൽക്കുന്ന കോറോമാൻഡൽ തീരത്തേക്ക് നമ്മളുടെ ശ്രദ്ധ കവി ആകർഷിക്കുന്നു. And she uses vivid description and lyrical language and describes the strength, resilience and dignity of fishermen who face the dangerous seas to feed their families. ഈ കവിതയില് സരോജിനി നായിഡു വളരെ മനോഹരമായ ഇമേജറി ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വളരെ മ്യൂസിക്കൽ ക്വാളിറ്റി ഉള്ള കവിതയാണ്. വളരെ വ്യക്തമായ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഇതിലൂടെ നമ്മളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് ആ ഒരു കോറോമൻഡൽ തീരത്തെ ഫിഷർമാൻ അരയ സമുദായത്തിന്റെ ആ ഒരു ജീവിതത്തിലേക്കാണ് നമ്മളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്. അവര് കടലിനെ അതിജീവിച്ച്, അതായത് കടലിലെ തിരമാലകളെയും കൊടുങ്കാറ്റിനെയും ഒക്കെ അതിജീവിച്ച് കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി ആ ഒരു കരുത്തും സ്ട്രെങ്തും ഒക്കെയാണ് നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കുന്നത്. Okay, then we can move on to the poem. Rise, brothers, rise, the awakening skies praise to the morning light. The wind lies asleep in the arms of the dawn like a child that has cried all night. Come, let us gather our nets from the shore and set out catamarans free to capture the leaping wealth of the tide, for we are the kings of the sea. First stanza പറയുന്നു, the leader of these fishermen. ഈ ഫിഷർമെന്റെ ലീഡർ പറയുകയാണ്, കം ബ്രദേഴ്സ് ഓർ റൈസ് ബ്രദേഴ്സ്, വേക്കപ്പ് ബ്രദേഴ്സ്, എഴുന്നേൽക്കൂ എന്താണ്. ആൻഡ് ദ വേക്കനിങ് സ്കൈസ് പ്രേ ടു ദ മോർണിംഗ് ലൈറ്റ്. ദ വേക്കനിങ് സ്കൈസ്, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ ഡോൺ, പ്രഭാതമായി, വേഗം എഴുന്നേൽക്കൂ. ദ വിൻഡ് ലൈസ് അസ്ലീപ്, കാറ്റ്, കടൽക്കാറ്റ് ശാന്തമായിട്ടാണുള്ളത്. ഇൻ ദ ഹാൻഡ്സ് ഓർ ഇൻ ദ ആംസ് ഓഫ് ദി ഡോൺ, പ്രഭാതത്തിൽ ഈ കാറ്റ് അടങ്ങിയിട്ടാണുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ജസ്റ്റ് ലൈക്ക് എ ചൈൽഡ് ദാറ്റ് ഹാസ് ക്രൈഡ് ഓൾ നൈറ്റ്. രാത്രി മുഴുവൻ കരഞ്ഞ കുഞ്ഞ് ഉറങ്ങുന്നത് പോലെ രാത്രി മുഴുവൻ അലറി ആഞ്ഞു വീശിയ കാറ്റ് ഇപ്പൊ ശാന്തമായിട്ടുള്ളത് ആയിട്ടാണുള്ളത്. അതുകൊണ്ട് എല്ലാവരും എഴുന്നേൽക്കും, നമുക്ക് പോകാം. എന്തിനാണ്? കം ലെറ്റ് us gather our nets. എന്തിനാണ്? നമ്മളുടെ വലകള് ശേഖരിച്ചു കൊണ്ടുവരൂ. ഫ്രം ദ ഷോർ ആൻഡ് സെറ്റ് അവർ കെറ്റാമറൻസ് ഫ്രീ. നമ്മളുടെ ചങ്ങാടങ്ങൾ ഫ്രീ ആക്കിയിട്ട് നമുക്ക് പോകാം. എന്തിനാണ്? ടു ക്യാപ്ചർ മീൻസ് ടു ക്യാച്ച് ദ ലീപ്പിംഗ് വെൽത്ത് ഓഫ് ദ ടൈഡ്. ആ തിരമാലയ്ക്കൊപ്പം വരുന്ന മീൻ കൂട്ടത്തെ പിടിക്കാനായിട്ട് നമുക്ക് പോകാം. ഫോർ മീൻസ് ബിക്കോസ് വി ആർ ദ കിങ്സ് ഓഫ് ദ സീ. നമ്മൾ ആരാണ്? വി ആർ ദ കിങ്സ് ഓഫ് ദ സീ. കടലിന്റെ രാജാക്കന്മാരാണ് നമ്മൾ. വി ഹാവ് ദി കറേജ് ടു ഫേസ് ദ സീ. സോ ലെറ്റ് us സ്റ്റാർട്ട്. നമുക്ക് കടലിലേക്ക് പോകാം. അങ്ങനെ കടലിലെ മീൻ പിടിച്ച് നമ്മളുടെ ഫാമിലിയെ തീറ്റിപ്പോറ്റുന്നതിന് വേണ്ടിയിട്ട്, നമ്മളുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കടലിലേക്ക് പോകാം. നെക്സ്റ്റ് സ്റ്റാൻസ. നോ ലോങ്ങർ ഡിലേ, ലെറ്റ് us hasten away in the track of the seagull's call. എന്ത് ചെയ്യാം? നോ ലോങ്ങർ ഡിലേ, താമസിക്കേണ്ട, ഇനി അധികം താമസിക്കേണ്ട, വേഗം തന്നെ പോകാം. Let us hasten away in the track of the seagull's call. Hasten away means let us speed up. നമുക്ക് വേഗത്തിലാക്കാം. Let us hasten away in the track of the seagull's call.
സീകളിന്റെ വിളി, കടൽക്കാക്കകളുടെ കരച്ചിലിന്റെ ഭാഗത്തേക്ക് നമുക്ക് പോകാം. അങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് മീന് കിട്ടും ധാരാളം. The sea is our mother, the cloud is our brother, and the waves are our comrades all. അവിടെ വളരെ മനോഹരമായ കമ്പാരിസൺ ആണ് നടത്തുന്നത്. ആരാണ് ഇവിടെ? പേഴ്സോണിഫിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഹിയർ വി ക്യാൻ സീ ദ ഫിഗർ ഓഫ് സ്പീച്ച് പേഴ്സോണിഫിക്കേഷൻ. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ attributing human qualities to inanimate objects. ഇവിടെ ഇമേജറിയും കാണാൻ സാധിക്കും. എന്താണ്? The sea is our mother, കടൽ നമ്മളുടെ അമ്മയാണ്. Then the cloud is our brother, മേഘം നമ്മളുടെ സഹോദരനാണ്. And the waves are our comrades, തിരമാലകൾ നമ്മളുടെ സുഹൃത്തുക്കളാണ്. And what though we toss in the fall of the sun, where the hand of the sea god drives. എന്താ പറഞ്ഞത്? And what though we toss at the fall of the sun. എന്താണ്? fall of the sun means രാത്രി ആയാലും, അതായത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്താണ് വരാനുള്ളത്? എന്ത് കഷ്ടപ്പാടാണ്! സൂര്യൻ അസ്തമിച്ചാലും എന്താണ്? നത്തിങ് ബോദർ അസ്, നമ്മളെ ഒന്നും തന്നെ ശല്യം ചെയ്യില്ല, അല്ലെങ്കിൽ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? വേർ വി ആർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് സീ ഗോഡ്, കടൽ ദേവതയുടെ കയ്യിലാണ് നമ്മളുള്ളത്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വരാനാണ്? ഹിയർ വി ക്യാൻ സീ എ റിട്ടറിക് ക്വസ്റ്റ്യൻ. റിട്ടറിക് ക്വസ്റ്റ്യൻ മീൻസ് ദ ക്വസ്റ്റ്യൻ ദാറ്റ് നീഡ് നോ ആൻസർ. ഒരു മറുപടി ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യനെയാണ് റിട്ടറിക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് കടൽ ദേവതയുടെ കയ്യിൽ നമ്മൾ സുരക്ഷിതരായിട്ടുള്ളിടത്തോളം കാലം നമുക്കൊന്നും പേടിക്കേണ്ടതില്ല. അതായത് കടൽ ദേവത നമ്മളെ സംരക്ഷിച്ചുകൊള്ളും. And he who holds the storm by the hair will hide in her breast our lives. എന്താ പറയുന്നത്? He who holds the storm by the hair, ആ തിരമാലകളെ തലമുടിയിൽ സൂക്ഷിച്ചു വെക്കുന്ന, തലമുടി നാരിൽ കൊരുത്തു വെക്കുന്ന അവർക്ക് will hide in her breast our lives, നമ്മളുടെ ജീവിതങ്ങളെ അല്ലെങ്കിൽ നമ്മളുടെ ഓരോ ആളുടെ ജീവനും ആ നെഞ്ചിൽ സുരക്ഷിതമാണ്. അതായത് സീ ഗോഡിന്റെ നെഞ്ചിൽ we are safe in the breast of the sea god. Sweet is the shadow of the coconut glade and the scent of the mango grove. അടുത്ത സ്റ്റാൻസയിൽ പറയുന്നു, സ്വീറ്റ് is the shade of the coconut glade. അതായത് കോക്കനട്ട് ഗ്ലേഡ് മീൻസ് കോക്കനട്ട് റോസ്. ഈ തെങ്ങുകളുടെ കേരങ്ങളുടെ ആ നിരകളാൽ മനോഹരമായ തീരമാണ് കോറമാൻഡൽ തീരങ്ങൾ, കോറമാൻഡൽ കോസ്റ്റ്. ആൻഡ് ദ സെന്റ് ഓഫ് ദി മാംഗോ ഗ്രോസ്, മാംഗോ തോട്ടങ്ങൾ, മാങ്ങാത്തോട്ടങ്ങൾ അല്ലെങ്കിൽ മാമ്പൂവിന്റെ മണം കൊണ്ട് വളരെ സൗന്ദര്യമുള്ള അല്ലെങ്കിൽ വളരെ മനോഹരമായ തീരങ്ങൾ. ആൻഡ് സ്വീറ്റ് ആർ ദി സാൻഡ്സ് ഓഫ് ദി ഫുൾ ഓഫ് ദ മൂൺ വിത്ത് ദ സൗണ്ട് ഓഫ് ദ വോയിസസ് വി ലവ്. അതോടൊപ്പം തന്നെ പൂർണ്ണചന്ദ്രന്റെ പ്രഭയാൽ മനോഹരമായ തീരങ്ങൾ. അതോടൊപ്പം തന്നെ വി ക്യാൻ ഹിയർ ദ സൗണ്ട് ഓഫ് അവർ ഡിയറസ്റ്റ് വൺസ്, നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ ശബ്ദങ്ങളാൽ മനോഹരമായ തീരം. ബട്ട് സ്വീറ്റർ ഓ ബ്രദേഴ്സ് ദ കിസ് ഓഫ് ദ സ്പ്രേ ആൻഡ് ദ ഡാൻസ് ഓഫ് ദി വൈൽഡ് ഫോംസ് ഗ്ലീം. ഇനി ഇതിനേക്കാൾ മനോഹരമാണ്, നമ്മൾ പറയാറുണ്ട്, മറ്റേ എന്താണ്, ജോൺ കീറ്റ്സിന്റെ മനോഹരമായ വരികൾ, ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ. കേട്ട പാട്ട് മധുരം, കേൾക്കാത്ത പാട്ട് അതിമധുരം എന്ന് പറയുന്നത് പോലെ ഇതിനേക്കാൾ മനോഹരമാണ് ഇത്. ഓ ബ്രദേഴ്സ് ദ കിസ് ഓഫ് ദ സ്പ്രേ, ആ തിരമാലകൾ വന്നടിക്കുന്ന സമയത്ത് വെള്ളത്തുള്ളികൾ തെറിക്കുന്നത് വളരെ മനോഹരമാണ്, ഇതിനേക്കാൾ മനോഹരമാണ്. ആൻഡ് ദ ഡാൻസ് ഓഫ് ദി വൈൽഡ് ഫോംസ് ഗ്ലീ, വന്യമായ തിരമാലകൾ അവയുടെ സന്തോഷം, അതായത് എന്താണ്, കരയിലെ പാറക്കൂട്ടങ്ങളിലേക്ക് അടിച്ച് തെറിച്ചു പോകുന്ന ആ വന്യമായ തിരമാലകളുടെ സന്തോഷവും അതൊക്കെയാണ് കൂടുതൽ മധുരതരം അല്ലെങ്കിൽ കൂടുതൽ മനോഹരം. ദ ലീഡർ ഈസ് ആസ്കിംഗ് ടു ഹിസ് ഫോളോവേഴ്സ്, തന്റെ ഫെലോസിനോട്, തന്റെ സഹപ്രവർത്തകരോട്, കൂട്ടുകാരോട് അദ്ദേഹം പറയുന്നു, എന്താ പറയുന്നത്? റോ ബ്രദേഴ്സ്, നിങ്ങൾ തുഴഞ്ഞു പോണം. എവിടേക്കാണ്? റോ ടു ദ എഡ്ജ് ഓഫ് ദ വേർഡ്സ്, അങ്ങേ അറ്റം വരെ. ഏത്? വേർ ദി ലോ സ്കൈ മെയ്റ്റ് വിത്ത് ദ സീ, അതായത് ഹൊറൈസൺ ആണ് പറയുന്നത്. ആ ചക്രവാളത്തിലേക്ക് നിങ്ങൾ പോകണം. വേർ യു ക്യാൻ സീ ദ മീറ്റിംഗ് പ്ലേസ് ഓഫ് ദ സീ ആൻഡ് ദ സ്കൈ, ആകാശവും കടലും ഒന്നിക്കുന്ന ആ ചക്രവാളത്തിലേക്ക് അങ്ങേ അറ്റം വരെ നിങ്ങൾ തുഴഞ്ഞു പോകണം. അവിടെ എത്തുന്ന സമയത്ത് മനോഹരമായ കാഴ്ച, അതായത് ആകാശവും
കടലും ഒന്നിക്കുന്ന ആ ഒരു ചക്രവാളം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം നിങ്ങൾ അകലേക്ക് തുഴഞ്ഞു പോകണം. അങ്ങനെ തുഴഞ്ഞു പോയി നിങ്ങൾ എന്താണ് ആ ഒരു തിരമാലകളുടെ സ്വത്ത് അല്ലെങ്കിൽ കടലിന്റെ സ്വത്ത് ആ മീൻ നിങ്ങൾ പിടിച്ചു കൊണ്ടുവരണം. Here we can see the themes like a relation with nature, resilience and courage, dignity and pride. ഇവിടെ നമുക്ക് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ കാണാൻ സാധിക്കും. പ്രകൃതി സൗന്ദര്യം, കോറമൻഡൽ തീരത്തെ സൗന്ദര്യം, അതാണ് ഇതിലെ പ്രധാന തീം. അതേപോലെ തന്നെ റിലേഷൻ വിത്ത് നേച്ചർ, റിലേഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ് വിത്ത് നേച്ചർ, മനുഷ്യന് പ്രകൃതിയുമായിട്ടുള്ള ബന്ധം കാണാൻ സാധിക്കും. ദെൻ റെസീലിയൻസ് ആൻഡ് കറേജ്, മനുഷ്യന് കടലിനോടുള്ള ആ സമീപനം, ആ കടലിനെ പേടി, ആ കടലിനെ നേരിട്ട് ആ ഒരു ധൈര്യം, ആ ധൈര്യത്തോടു കൂടി കടലിനെ നേരിടാനുള്ള മുന്നോട്ടുള്ള പോക്ക്. ദെൻ ഡിഗ്നിറ്റി ആൻഡ് പ്രൈഡ്, കടലിനെ നേരിടുമ്പോഴുള്ള ആ ഒരു അന്തസ്സും അഭിമാനവും, ഇതൊക്കെ നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കും. ആൻഡ് ദ പോയറ്റ് യൂസ്ഡ് എ ലോട്ട് ഓഫ് പോയറ്റിക് ഡിവൈസസ്, ഒരുപാട് പോയറ്റിക് ഡിവൈസസ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇമേജറി, ഒന്നാമത്തേത് ഇമേജറി ആണ്. ദ ബ്രൈറ്റനിങ് സ്കൈ, ദ സ്ലീപ്പിംഗ് വിൻഡ്, ദ അബൻഡന്റ് ഫിഷ്, കിസ് ഓഫ് ദി സീ സ്പ്രേ, ഇവിടെയൊക്കെ നമുക്ക് ഇമേജറി കാണാൻ സാധിക്കും. ആൻഡ് ദ ഡാൻസ് ഓഫ് വൈൽഡ് ഫോംസ്, അവിടെ നമുക്ക് ഇമേജറി കാണാൻ സാധിക്കും. ഇമേജറി മീൻസ് പ്രതീകങ്ങൾ. ദെൻ പേഴ്സോണിഫിക്കേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞു. ദ സീ, ക്ലൗഡ്സ് ആൻഡ് വേവ്സ്. ദ സീ ഈസ് കമ്പയർഡ് ടു മദർ, then the clouds are treated as brothers and the waves are regarded as friends. ഇവിടെ ആ ഒരു കമ്പാരിസൺ ആണ്, പേഴ്സോണിഫിക്കേഷൻ കാണാൻ സാധിക്കും. ആൻഡ് the comparison shows their close relationship with nature. Simile is the comparison between two things. The wind lies asleep in the arms of the dawn, just like a child that has cried all night. രാത്രി മുഴുവൻ കരഞ്ഞ കുഞ്ഞ് ഉറങ്ങുന്നത് പോലെ പ്രഭാതത്തിന്റെ കൈകളിൽ എന്താണ് കാറ്റ് സ്വസ്ഥമായി ഉറങ്ങുന്നു കുഞ്ഞിനെ പോലെ എന്നാണ്. അവിടെ ആ ഒരു ലൈക്ക് ദ ചൈൽഡ് എന്നുള്ള ആ ഒരു കമ്പാരിസൺ ആണ്. ഹിയർ വി ക്യാൻ സീ സിമിലി. Then rhythm and rhyme. The poem is having the quality of a mantra with a constant rhythm. ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള റൈമും അതേപോലെ റിതവും ആണുള്ളത്. ഒരു മന്ത്രം പോലെയാണ് നമുക്ക് തോന്നുന്നത്. അത്രത്തോളം മ്യൂസിക് ക്വാളിറ്റി ഉള്ള ഒരു കവിതയാണ്. Then the poem reflects the lifestyle of fishermen along the Coromandel coast of India. These are the main points. ഇതില് ചോദിക്കാവുന്നത് എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിഷർമാൻ ആൻഡ് നേച്ചർ, അല്ലെങ്കിൽ ഫിഷർമാൻ ആൻഡ് സീ, ആ ഒരു ബന്ധം, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് ആൻഡ് നേച്ചർ, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്. ഹൗ ദ പോയറ്റ് ഡിസ്ക്രൈബ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ നേച്ചർ ആൻഡ് ഹ്യൂമൻ ബീങ്സ്, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. അല്ലെങ്കിൽ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്, എക്സ്പ്ലെയിൻ കോറമൻഡൽ ഫിഷേഴ്സ്, അതിൽ ആ ഒരു ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിക്കാം. പിന്നീട് ചോദിക്കാവുന്നത് എക്സ്പ്ലെയിൻ ദ ഇമേജറി യൂസ്ഡ് ഇൻ ദ പോയം, ഈ കവിതയിലെ ഇമേജറി ഏതൊക്കെയാണെന്ന് ചോദിക്കാം. പിന്നീട് വാട്ട് ആർ ദി പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് ഇൻ ദ പോയം, ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. പ്രധാനപ്പെട്ട തീംസ്, വാട്ട് ആർ ദി മേജർ തീംസ് ഇൻ ദിസ് പോയം, ഇതും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഹോപ്പ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു യു. താങ്ക് യു.